Hi friends, welcome to Science Tech Learning App. ഏവർക്കും സയൻസ് ടെക് ലേണിംഗ് ആപ്പിന്റെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കോണിക് സെക്ഷൻസ് എന്ന ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കൺസ്ട്രക്ഷൻ ഓഫ് എലിപ്സ്. കോണിക് സെക്ഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എങ്കിൽ സാധാരണയായി ചോദിക്കുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് എലിപ്സ് എന്ന ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. കൺസ്ട്രക്ഷൻ ഓഫ് എലിപ്സ് 2-3 മെത്തേഡുകളുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കോൺസെൻട്രിക് സർക്കിൾ എന്ന മെത്തേഡിലാണ്. സാധാരണയായി 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡിൽ നിന്നും ചോദിക്കാറുള്ളത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ വളരെ ഈസി ആയിട്ട് എങ്ങനെ കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് ഉപയോഗിച്ച് ഒരു എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിനായി ഞാൻ ആദ്യമായി ഒരു ക്വസ്റ്റ്യൻ എടുത്തു. ക്വസ്റ്റ്യൻ ഡ്രോ എലിപ്സ് ബൈ കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ്. കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് ഉപയോഗിച്ച് എലിപ്സ് വരയ്ക്കുക. ടേക്ക് മേജർ ആക്സിസ് 100 mm ആൻഡ് മൈനർ ആക്സിസ് 70 mm ലെങ്ത്. മേജർ ആക്സിസിന്റെ ലെങ്ത് 100 mm മൈനർ ആക്സിസിന്റെ ലെങ്ത് 70 mm ആണെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് എന്ന്, ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് വരയ്ക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാനിവിടെ കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് ഒരു 7 സ്റ്റെപ്പായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യമായി മേജർ ആക്സിസ് വരച്ചു. മേജർ ആക്സിസിന്റെ ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 100 mm, അതായത് 10 cm. എന്നിട്ട് ഈ 10 cm ഞാനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. എന്നിട്ട് അതിൽ 70 mm, അതായത് 7 cm മാർക്ക് ചെയ്തു. ഇപ്പോൾ മേജർ ആക്സിസുമായി മൈനർ ആക്സിസും ആയി. അതിനുശേഷം മേജർ ആക്സിസിനെയും മൈനർ ആക്സിസിനും നെയിം ചെയ്തു. എ ബി എന്ന് മേജർ ആക്സിസിനെയും സി ഡി എന്ന് മൈനർ ആക്സിസിനെയും നെയിം ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പ്, മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ്, മേജർ ആക്സിസും മൈനർ ആക്സിസും ഇന്റർസെക്ട് ചെയ്ത പോയിന്റ്, അതായത് ലൈൻ എ ബിയും ലൈൻ സി ഡിയും ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് സെന്റർ ആക്കിക്കൊണ്ട് സി ഡി ഡയമീറ്ററിൽ ഞാനൊരു സർക്കിൾ വരച്ചു. അതുപോലെ സെയിം പോയിന്റ് ആ സെന്റർ എ ബി ഡയമീറ്ററിൽ മറ്റൊരു സർക്കിളും വരച്ചു. ഇപ്പോൾ ഇവിടെ 2 സർക്കിൾ നമുക്ക് ലഭിച്ചു. ഇവിടുത്തെ വലിയ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ വലിയ സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് മേജർ ആക്സിസിന്റെ ലെങ്ത് ആണ്, 10 cm അഥവാ 10 mm. അപ്പോൾ നമുക്ക് വലിയ സർക്കിളിന്റെ റേഡിയസ് അതിൽ നിന്ന് കിട്ടി. എത്രയായിരിക്കും? അത് 50 mm ആയിരിക്കും, അഥവാ 5 cm ആയിരിക്കും. ഇനി ചെറിയ സർക്കിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് മൈനർ ആക്സിസിന്റെ ലെങ്ത് ആണ്, ദാറ്റ് ഈസ് 70 mm, അതായത് 7 cm. അപ്പോൾ ചെറിയ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 35 mm ആയിരിക്കും, അല്ലെങ്കിൽ 3.5 cm ആയിരിക്കും. ഓക്കെ. അതിനുശേഷം ഞാൻ സി ഡി എന്ന ലൈനിനെ ഞാൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. വലിയ സർക്കിൾ വരേക്കും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്തില്ല എങ്കിലും പ്രശ്നമൊന്നും ഇല്ല. അങ്ങനെ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ 3ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുന്നു. ഇനി 3ാമത്തെ സ്റ്റെപ്പിലേക്കാണ് കടക്കുന്നത്. 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സർക്കിളിനെ 12 ഈക്വൽ ഡിവിഷൻസ് ആയിട്ട്, ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. നമുക്കറിയാം ഒരു സർക്കിളിന്റെ ഇന്റേണൽ ആംഗിൾ എന്നത് 360 ഡിഗ്രി ആണെന്നറിയാം. അപ്പൊ നമ്മൾ ഇതിനെ 12 ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ 360/12 30 ഡിഗ്രി കിട്ടും. അതായത് 30 ഡിഗ്രി വീതമുള്ള 12 ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്കൊരു സർക്കിളിനെ മാറ്റാൻ കഴിയുമെന്ന് മനസ്സിലായി. അപ്പോൾ അതെ ഇതുപോലെ നമുക്ക് മാറ്റി എടുക്കാൻ കഴിയും. 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എങ്കിൽ എ ബി ലൈനിൽ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നിങ്ങനെ 2 സൈഡിൽ നിന്ന് മാർക്ക് ചെയ്തതിനു ശേഷം
ആ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ സെന്റർ ലൈനിലൂടെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഇനി മിനി ഡ്രാഫ്റ്റർ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ 30 ഡിഗ്രി 60 ഡിഗ്രി എന്നിവ മിനി ഡ്രാഫ്റ്ററിൽ സെറ്റ് ചെയ്തതിനു ശേഷം സെന്റർ പോയിന്റിലൂടെ ലൈൻ വരച്ച് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഈ സർക്കിളിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ 3 പോയിന്റ് കഴിഞ്ഞു. അതിനുശേഷം ഡിവൈഡ് ചെയ്തതിനു ശേഷം വലിയ സർക്കിളിനെ ഇതുപോലെ നെയിം ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 എന്നിങ്ങനെ നെയിം ചെയ്യുന്നു. അതുപോലെ തന്നെ ചെറിയ സർക്കിളിനെയും നെയിം ചെയ്യുന്നു. 1 2 3 4 5 6 7 8 9 10 എന്നിങ്ങനെ നെയിം ചെയ്യുന്നു. വേണമെങ്കിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെറിയ സർക്കിളിനെ 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് 4 ഡാഷ് 5 ഡാഷ് 6 ഡാഷ് 7 ഡാഷ് 8 ഡാഷ് 9 ഡാഷ് 10 ഡാഷ് എന്നിങ്ങനെ നെയിം ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. നെയിം ചെയ്തില്ല എങ്കിലും പ്രശ്നമില്ല. അങ്ങനെ 3 പോയിന്റ് കംപ്ലീറ്റ് ചെയ്തു. 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ 4ാമത്തെ സ്റ്റെപ്പിലേക്കാണ് കടക്കുന്നത്. 4ാമത്തെ സ്റ്റെപ്പിൽ ഞാൻ ആദ്യം വലിയ സർക്കിളിനെ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ഈ വലിയ സർക്കിളിൽ നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റുകളിൽ നിന്നെല്ലാം ഓരോ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുന്നു. വെർട്ടിക്കൽ ലൈൻസ് എന്ന് പറയുന്നത് സി ഡിക്ക് പാരലൽ ആയിരിക്കും. ലൈൻ സി ഡിക്ക് പാരലൽ ആയിരിക്കും. ഇതുപോലെ 1ൽ നിന്നും ഒരെണ്ണം വരയ്ക്കുന്നു. 2ൽ നിന്നും ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. 3ൽ നിന്നും ഓൾറെഡി ഉണ്ട്, അവിടെ ഇല്ല എങ്കിലും പ്രശ്നമില്ല. 4ൽ നിന്ന് വരയ്ക്കുന്നു. 5ൽ നിന്ന് വരയ്ക്കുന്നു. അതുപോലെ എ ബി എന്ന ലൈനിന്റെ താഴ്ഭാഗത്തേക്ക് എന്ന് കഴിഞ്ഞാൽ 10 എന്ന പോയിന്റിൽ നിന്ന് മുകളിലേക്ക് വരച്ചു. 9 എന്ന പോയിന്റിൽ നിന്ന് മുകളിലേക്ക് വരച്ചു. 7 എന്ന പോയിന്റിൽ നിന്ന് വരച്ചു. 6 എന്ന പോയിന്റിൽ നിന്ന് വരച്ചു. അങ്ങനെ 4 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 5ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുന്നു. 5ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ ആ ചെറിയ സർക്കിളിനെ കൺസിഡർ ചെയ്തു. അതായത് സി ഡി ഡയമീറ്റർ ഉള്ള സർക്കിളിനെ കൺസിഡർ ചെയ്യുന്നു. അവിടെ 1 എന്ന പോയിന്റിൽ നിന്നും ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു, പാരലൽ ടു എ ബി. ആ ലൈൻ നേരെ വന്ന് 1 എന്ന പോയിന്റിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈനിൽ കൂട്ടിമുട്ടുന്നു, ഇന്റർസെക്ട് ചെയ്യുന്നു. സിമിലർലി 2 എന്ന പോയിന്റിൽ നിന്നും അതുപോലെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് ഇന്റർസെക്ട് ചെയ്യുന്നു. 4 എന്ന പോയിന്റിൽ നിന്ന് വരച്ച് ഇന്റർസെക്ട് ചെയ്തു. 5 എന്ന പോയിന്റിൽ നിന്ന് വരച്ച് ഇന്റർസെക്ട് ചെയ്തു. 6 എന്ന പോയിന്റിൽ നിന്ന് ഇന്റർസെക്ട് ചെയ്തു. 7 എന്ന പോയിന്റിൽ നിന്ന് ഇന്റർസെക്ട് ചെയ്തു. 9 എന്ന പോയിന്റിൽ നിന്നും ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു ഇന്റർസെക്ട് ചെയ്തു. 10 എന്ന പോയിന്റിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു ഇന്റർസെക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ വിജയകരമായി 5 സ്റ്റെപ്പ് പൂർത്തീകരിച്ചു. 6ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. 6ാമത്തെ സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ 1 1 എന്ന പോയിന്റുകളെ തമ്മിൽ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് ഉപയോഗിച്ച് ഇന്റർസെക്ട് ചെയ്തപ്പോൾ ഒരു പോയിന്റ് കിട്ടിയല്ലോ, ആ പോയിന്റിനെ ഒന്ന് മാർക്ക് ചെയ്തു. സിമിലർലി 2 2 മാർക്ക് ചെയ്തു. 3 മാർക്ക് ചെയ്തു. 4 4 മാർക്ക് ചെയ്തു. 5 5 മാർക്ക് ചെയ്തു. ബി മാർക്ക് ചെയ്തു. 6 6 മാർക്ക് ചെയ്തു. 7 7 മാർക്ക് ചെയ്തു. 8 മാർക്ക് ചെയ്തു. 9 9 മാർക്ക് ചെയ്തു. 10 10 മാർക്ക് ചെയ്തു. എ മാർക്ക് ചെയ്തു. ഇപ്പോൾ മാർക്ക് ചെയ്ത കുറെ പോയിന്റ്സ് കിട്ടി. അങ്ങനെ 6 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 7ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. 7ാമത്തെ സ്റ്റെപ്പ് എന്നത് ഇവിടെ എ സി ബി ഡി എന്നീ പോയിന്റുകളെ ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒരു സ്മൂത്ത് കർവ് ഉപയോഗിച്ചുകൊണ്ട് എ സി എന്ന പോയിന്റിനെ ജോയിൻ ചെയ്യുന്നു. എ സി എന്ന പോയിന്റിനെ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒരു സ്മൂത്ത് കർവ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നു. ഇതുപോലെ ജോയിൻ ചെയ്യുന്നു. ഇനി സി ബി എന്നീ 2 പോയിന്റുകളെ മാർക്ക് ചെയ്ത 4 4 പോയിന്റും 5 5 പോയിന്റിലൂടെയും മാർക്ക് ചെയ്യുന്നു. ബി ഡി എന്ന പോയിന്റിനെയും മാർക്ക് ചെയ്ത പോയിന്റുകളിലൂടെ ഒരു സ്മൂത്ത് കർവ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നു. എ ഡി എന്ന പോയിന്റിനെയും മാർക്ക് ചെയ്ത പോയിന്റുകളിലൂടെ ഒരു സ്മൂത്ത് കർവ് വരച്ച് ജോയിൻ ചെയ്യുന്നു. ഇങ്ങനെ വരച്ച് കഴിയുമ്പോഴേക്കും ഒരു എലിപ്സ് അവിടെ നമുക്ക് ലഭ്യമാകും. അങ്ങനെ കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള എലിപ്സ് വരച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.
നിങ്ങൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു.